നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തൻ. ഈ നവംബർ മാസം രണ്ടാമത്തെ ആഴ്ച സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്ന 4 കമ്പനികളെ കുറിച്ച് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ആഴ്ച, അതായത് രണ്ടാമത്തെ ആഴ്ച 4 കമ്പനികളാണ്. 5000-ഓളം കോടി രൂപയാണ് അവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 4ാമത്തെ കമ്പനിയാണ് ഇനോക്സ് ഗ്രീൻ എനർജി സർവീസസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാരമ്പര്യ ഇതര ഊർജ മേഖലയിലെ ഒരു സർവീസിംഗ് കമ്പനിയാണ്. മെയിൻ്റനൻസ് ആൻഡ് സർവീസിംഗ് ആണ് ഈ കമ്പനി ചെയ്യുന്നത്. ഈ മേഖലയിൽ 740 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 370 കോടി രൂപ ഫ്രഷ് ഓഹരികളാണെങ്കിൽ 370 കോടി, അത്രയും തന്നെ കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലും ഉണ്ട്. 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്കിനിയും ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇനോക്സ് ഗ്രീൻ എനർജി സർവീസസ് ലിമിറ്റഡ്. ഈ കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം പറഞ്ഞാൽ മതിയാവും. ഇനോക്സ് വിൻഡ് ലിമിറ്റഡ് എന്നുള്ള പേരിൽ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയാണിത്. ആ പേരന്റ് കമ്പനിയുടെ വില ഇപ്പോൾ ഏകദേശം 150 റുപ്പീസാണ്. ആ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയാണ് വഡോദര ബേസ് ചെയ്ത്, ഗുജറാത്തിലെ വഡോദര ബേസ് ചെയ്തിട്ട് 2012 രൂപം കൊണ്ടിട്ടുള്ള ഇനോക്സ് ഗ്രീൻ എനർജി സർവീസസ് ലിമിറ്റഡ് എന്നുള്ളത്. മാത്രമല്ല GFL ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഒരു പാർട്ട് കൂടിയാണിത്. ഇനോക്സ് ഗ്രീനിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ വിൻഡ് ഫാം പ്രോജക്റ്റുകളുടെ മെയിൻ്റനൻസ് സർവീസസ് ആണ്. അതായത് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ്. ടർബൈൻ ജനറേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ, വിൻഡ് ഫാമുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അതിൻ്റെ മെയിൻ്റനൻസ് ലോങ് ടേം കോൺട്രാക്റ്റ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇനോക്സ് ഗ്രീൻ. ഈ പാരമ്പര്യ ഇതര ഊർജത്തിൻ്റെ പ്രധാന മേഖലയായിട്ടുള്ള വിൻഡ് മിൽ, അതിൻ്റെ എല്ലാ രംഗങ്ങളിലും എക്സ്പേർട്ടായിട്ടുള്ള 400ഓളം തൊഴിലാളികളാണ് കമ്പനിക്കുള്ളത്. അവർ ഈ വിൻഡ് മില്ലിൻ്റെ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ്, അതുപോലെ തന്നെ വിൻഡ് ടർബൈൻ ജനറേറ്റേഴ്സിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം തന്നെ നോക്കുന്ന വിദഗ്ധരായിട്ടുള്ള 400ഓളം തൊഴിലാളികളാണ് കമ്പനിക്കുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രസൻസ് പറയുകയാണെങ്കിൽ ഗുജറാത്ത്, രാജസ്ഥാൻ, അതുപോലെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക, ആന്ധ്ര, കേരള, തമിഴ്നാട്, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് പ്രസൻസ് ഉണ്ട്. അതിൽ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ പാലക്കാടാണ് ഇവരുടെ പ്രസൻസ് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്ന. അവിടുത്തെ വിൻഡ് മില്ലുകൾ നമുക്ക് പരിചയമുള്ളതാണ്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലിസ്റ്റഡ് കമ്പനി ആയിട്ടുള്ള ഇനോക്സ് വിൻഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവർ 150 രൂപ അടുത്തുള്ള റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൈവശം 93.84% ഓഹരികളാണ് ഇഷ്യൂവിന് മുമ്പുള്ളത്. അപ്പോൾ ഇഷ്യൂ കഴിയുമ്പോൾ, ഓഫർ ഫോർ സെയിൽ എല്ലാം കഴിയുമ്പോൾ 75.54% ഓഹരികളാവും അവരുടെ കൈവശം. അതായത് ഓഫർ ഫോർ സെയിൽ മാത്രമല്ല, പുതിയ കുറേ ഓഹരി ഉടമകൾ കൂടി വരികയാണല്ലോ. അപ്പോൾ അത് 75.54 ആയിട്ട് മാറും. പിന്നെ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പോൾ അത്ര വലിയൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല. റവന്യൂ 172.2 ആണ് 2020 കണക്ക് വെച്ച് നോക്കുമ്പോൾ. 2021 186.3 കോടിയാണ്. അത് 2022 വർദ്ധിച്ചിട്ടുണ്ട്, 190.2 വർദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും എക്സ്പെൻസ് അതുപോലെ തന്നെ ഓരോ വർഷവും വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് റവന്യൂവിനേക്കാൾ കൂടുതലാണ് കമ്പനിയുടെ എക്സ്പെൻസ് എന്ന് കാണുന്നുണ്ട്. പിന്നെ നെറ്റ് ഇൻകവും മാർജിൻ പെർസെൻറ്റേജും നോക്കുമ്പോൾ ലോസ് ആയിട്ടാണ് കാണുന്നത്. ലോസിലാണ് കമ്പനി ഇപ്പോൾ നടക്കുന്നത്. ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി സ്വരൂപിക്കാൻ ഉദ്ദേശിക്കുന്ന 370 കോടി രൂപ അവരുടെ ചില ബോറോയിൻസ് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട്, റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതുകൂടാതെ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ റിഡംഷന് വേണ്ടിയിട്ടും ഈ പണം ഉപയോഗിക്കും എന്ന് അവരുടെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഈ 370 കോടി രൂപ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിങ്ക് ടൈം ഇന്ത്യയാണ് ഇതിൻ്റെ രജിസ്ട്രാറായിട്ട് വരുന്നത്. പിന്നെ ലീഡ് മാനേജേഴ്സ് എഡിൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ്, ഡാം ക്യാപിറ്റൽ, ഇക്വയറസ് ക്യാപിറ്റൽ, IDBI ക്യാപിറ്റൽ, പിന്നെ സിസ്റ്റമാറ്റിക് കോർപ്പറേറ്റ്സ് എന്ന് പറയുന്ന കമ്പനി. ഇനോക്സ് ഗ്രീൻ എനർജി സർവീസസ് ലിമിറ്റഡിൻ്റെ IPO ഡീറ്റെയിൽസ് നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. നവംബർ 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. അത്
പ്രൈസ് ബാൻഡ് 61 രൂപ മുതൽ 65 രൂപ വരെയാണ്. ഇതിൻ്റെ ഫ്രഷ് ഇഷ്യൂ 370 കോടി രൂപയ്ക്കുള്ളതാണ്. അത്രയും തന്നെ വരും ഓഫർ ഫോർ സെയിലും. അപ്പോൾ ടോട്ടൽ വരുന്നത് 740 കോടി രൂപയാണ്. റീറ്റെയിൽ അപ്ലൈ ചെയ്യേണ്ടത് മിനിമം ലോട്ട് എന്ന് പറഞ്ഞാൽ 230 ഓഹരികളാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. ഇനി ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് അത്ര മെച്ചമല്ലാത്തതുകൊണ്ട് 10% ഓഹരികൾ മാത്രമേ റീറ്റെയിലേഴ്സിന് അനുവദിച്ചിട്ടുള്ളൂ. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് നവംബർ 18-ാം തീയതിയാണ്. കിട്ടാത്തവർക്ക് റീഫണ്ട് കിട്ടുന്നത് നവംബർ 21-നും ഏത് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് നവംബർ 22-ാം തീയതിയും ലിസ്റ്റിംഗ് നവംബർ 23-ാം തീയതിയുമാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തന്നെ പറയട്ടെ, പാരമ്പര്യ ഇതര എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ ഇപ്പോൾ അത്ര മികച്ച നിലയിലല്ല മാർക്കറ്റിലുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഫിനാൻഷ്യൽ സൈഡാണ്. ഫിനാൻഷ്യൽ സൈഡ് നമ്മളിപ്പോൾ പരിശോധിച്ചതാണ്. അതിലത്ര മികച്ച രീതിയിലുള്ള കണക്കുകളല്ല കണ്ടത്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ നിരവധി IPOകൾ വരിയായിട്ട് വരികയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ഈ ഓഹരിയിൽ നിന്ന് വിട്ടു നിൽക്കണം ചെറുകിടക്കാരെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇനോക്സ് ഗ്രീൻ എനർജി സർവീസസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. പിന്നെ എല്ലാ രീതിയിലും ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.